അനന്തമായ അറ്റത്തിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നവൾ. എൻ്റെ തരളിതമായ മാംസങ്ങളിലൂടെ അവൻ്റെ വിരലുകൾ എന്തെല്ലാം ചിത്രങ്ങൾ വരച്ചിഴഞ്ഞു. അപ്പോൾ അവൻ ഉണർത്തിവിട്ട വികാരങ്ങളിൽ ഉന്മാദത്തിൻ്റെ 100 പൂക്കൾ വിരിഞ്ഞ് സുഗന്ധം പരത്തിയിരുന്നു. കൊക്കുകൾ കൊണ്ട് ചിറകുകൾ കൊത്തിയൊരുക്കി, തൂവലുകളിൽ പീലികൾ ചാർത്തി, ആകാശത്തിനും കടലിനുമിടയിൽ എന്തെന്തു വർണ്ണങ്ങളിൽ പറന്നുയർന്നും പകർന്നാടിയുമാണ് ഒരേ ചിറകിൽ നമ്മൾ പ്രണയാകാശത്ത് പറന്നത്. അന്നൊരു പ്രണയദിനത്തിൽ തുടങ്ങി ഒരേ ചിറകിൽ നമ്മൾ എത്രയെല്ലാം ആകാശത്ത് പറന്നിരിക്കുന്നു. അവളുടെ കഥ തുടങ്ങുന്നത് അങ്ങനെയായിരുന്നു. ഒരു എഴുത്തുകാരി എന്ന നിലയിൽ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അവൾ നീട്ടി നൽകിയ ആഴ്ചപ്പതിപ്പിൽ അവളുടെ പേരിൽ അച്ചടിച്ചു വന്ന കഥ. ഈ കഥയൊന്ന് വായിക്കണം എന്ന് പറഞ്ഞ് വാരിക നൽകിയപ്പോൾ അഭിമാനത്തോടെയും അതിലേറെ ആർദ്രമായ മനസ്സോടുമാണ് അത് വാങ്ങി വായിച്ചു തുടങ്ങിയത്. മകളുടെ പ്രായമുള്ളൊരു പെൺകുട്ടി. അവളോട് അതേ ഇഷ്ടം തോന്നി. അവൾ കഥ എഴുതി പ്രസിദ്ധീകരിച്ചു വന്നതിൻ്റെ ആഹ്ലാദമാണ് അവളുടെ വാക്കുകളിലും ചലനങ്ങളിലുമെല്ലാം. വാരിക വാങ്ങി ഓടിച്ചൊരു വായന, അല്ലെങ്കിൽ ഒരു മറിച്ചുനോട്ടം നടത്തി. കഥ ഏതെല്ലാം വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്, തനിക്ക് അപരിചിതമായ ഏതെല്ലാം മേഖലകളിലൂടെ. വള്ളിപ്പടർപ്പുകളും കള്ളിമുൾ ചെടികളും ഇടകലർന്നു നിൽക്കുന്ന ഇടങ്ങളിലൂടെ എത്ര മാസ്മരികമായിട്ടാണ് കുട്ടികൾ യാത്ര ചെയ്യുന്നത്. അവരുടെ ഭാഷ പുതിയ തലങ്ങൾ സൃഷ്ടിക്കുന്നു. ഭാഷയ്ക്ക് പുതിയ വാക്കുകൾ കണ്ടെത്തുന്നു. ശിഥിലങ്ങളായ എത്രയെത്ര കാഴ്ചകളെ അവർ സമന്വയിപ്പിക്കുന്നു. എന്തെല്ലാം തരത്തിലുള്ള പ്രയോഗങ്ങൾ. തുടക്കം മുതലേ ആവാഹിക്കപ്പെടുന്ന പ്രണയം സന്നിവേശിപ്പിക്കപ്പെടുന്ന ഭാഷ. ചിലപ്പോൾ ഭാഷയെ കടന്നുപോകുന്ന ക്രാഫ്റ്റ്. വായന ഇടയ്ക്കൊന്ന് മുറിച്ച് പിന്നെയും പിന്നിലേക്ക് പോയി ഒന്നുകൂടി തിരിച്ചു വന്നു. അപ്പോൾ അതിനേക്കാൾ സങ്കീർണമായ ഇടങ്ങളിലൂടെ മുതുകിൽ മുള്ളുകൊള്ളാതെ ഊർന്നിറങ്ങേണ്ടി വരുന്നു. എന്തൊരു ഭൂമികയാണ് അവൾ വിധാനിച്ചിരിക്കുന്നത്. അന്ന് അവൻ്റെ വിരലുകളിൽ ഒളിപ്പിച്ചിരുന്ന ഉന്മാദങ്ങൾ, എൻ്റെ ശരീരത്തിൽ തീർത്ത അനുഭൂതികൾ, അംഗമേലാപ്പിലൂടെ ഇഴയുന്നതിൻ്റെ തരിപ്പ്, കാൽവിരലുകളിൽ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് പോകുന്നത് ഞാൻ അറിഞ്ഞു. എത്രയെത്ര കഥകൾ നൂതനമായ ആഖ്യാനത്തോടെ എഴുതിയിരിക്കുന്നു താൻ. എന്നിട്ടും ഇതിൻ്റെ വഴിയടയാളങ്ങൾ അപരിചിതമായി തോന്നുന്നു. മനോഹരം എന്നു മാത്രം മനസ്സിൽ കുറിച്ചു. ഒരാവർത്തി കൂടി വായിച്ചു. പിന്നെ വന്നത് കുറേ നറേഷനാണ്. കവിതയിൽ ബിംബങ്ങൾ പോലെ കോർത്തു വെച്ചിരിക്കുന്നു. കറുത്തു കത്തുന്ന വിളക്കു പോലെ ഞാൻ മാറിയത് എങ്ങനെയെന്ന് എനിക്കറിയില്ല. അതൊരു വിരാമമായിരുന്നില്ല, എന്നാലൊരു വിലാപമായി തോന്നിയതുമില്ല. കത്തുന്നുണ്ട്, കത്തുന്നതിൻ്റെ പൊരിച്ചിലുണ്ട്, പക്ഷെ ഒട്ടും വെളിച്ചമില്ലാതെ. വായനയിൽ ആദ്യം ഉന്മാദം പൂത്ത ഉടലുകൾ ഇപ്പോൾ വേനൽവർതിയിലെ കാരമുള്ളുപോലെ മുറിയുന്നതിൻ്റെ ഭാഷയിലേക്ക് കടന്നത് എത്ര വേഗത്തിലാണ്. താനൊക്കെ എഴുതിയാൽ 1.5 പേജ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ടെസ്റ്റിലേക്ക് കടക്കാനാവും. കെട്ടിയ ഒരു താലിച്ചരടിൽ ഞാൻ ഭാര്യയും അവൻ ഭർത്താവുമായി. എത്ര പേജിൽ, അല്ലെങ്കിൽ എത്രയെല്ലാം വരികളിൽ നീട്ടി വലിച്ചെങ്കിലാണ് ഈ വരികളുടെ ആഖ്യാനം ചെയ്യാനാവുക. അപ്പോൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയമായത്, ആദ്യം പറഞ്ഞു തുടങ്ങിയതല്ലല്ലോ ഇപ്പോൾ ചേർത്ത് വയ്ക്കുന്നത് എന്നാണ്. ആദ്യം ഒന്നിച്ചു പറന്ന് ആകാശം കീഴടക്കിയ അനുഭവവും, പിന്നെ വെറുപ്പ് വിളഞ്ഞു പൊങ്ങുന്ന വറചട്ടിയുടെ പൊള്ളലേൽക്കുന്ന വിരക്തിയും. ഒന്നുകൂടെ വായിച്ചപ്പോൾ അവൾ ആദ്യം പറഞ്ഞതിനോട് ചേർത്ത് പറയുന്നത് മറ്റാരുടെയോ ഒരു കഥയാണെന്ന് തോന്നി. അതിനി എങ്ങനെ ലിങ്കാകുന്നുവെന്ന് നോക്കാം. അവളുടെ കഥയിലൂടെ കണ്ണിഴഞ്ഞു. പിന്നെ അവൻ എൻ്റെ ഉടമയും ഞാൻ അവൻ്റെ വെറുമൊരു വസ്തുവുമായി. അവൻ അങ്ങനെ കരുതുകയല്ല, അങ്ങനെ തന്നെ കണ്ടു. അവൾ കലഹിക്കുകയാണ്.
അവൻ്റെ നനുത്ത സ്നേഹവും വർണ്ണാഭമായ പ്രണയവർത്തമാനങ്ങളും എത്ര പെട്ടെന്നാണ് കാറും കൂളും നിറഞ്ഞ കാടുപോലെ ഇരുണ്ടതായും അവനൊരു കാട്ടുപന്നിയെപ്പോലെ കുതറി മണക്കുന്നതായും തോന്നിയത്. അത് വെറുമൊരു തോന്നലായിരുന്നില്ല, തൊട്ടു തീണ്ടിയ അനുഭവം തന്നെയായിരുന്നു. ആ പാരഗ്രാഫിൽ അവളുടെ കലഹത്തിൻ്റെ കാരണം പറയുകയായിരുന്നു. ഭാഷയിൽ അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങുന്നത് അക്ഷരങ്ങളിൽ ചിത്രം വരച്ചു നിന്നു. ചുവക്കുക എന്നാൽ നന്നായി കലഹിക്കുക എന്നാണ്, അല്ലെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുക എന്നാണ്. പിന്നെ അവളുടെ വാക്കുകൾ പ്രതിഷേധത്തിൻ്റെ കടുത്ത വെറുപ്പിൻ്റെ മുനകളായി കൂർത്തു വരുന്നത് കണ്ടു. വായനയിൽ അത് കണ്ണിൽ തറച്ചു കയറാതിരിക്കുവാൻ അറിയാതെ കണ്ണടച്ചുപോയി. അത്രമേൽ നേരായി അത് കണ്ണിൽ കൊള്ളുമെന്ന് തോന്നി. പരസ്പരം താങ്ങുകളാകേണ്ട കൈകൾ പിണച്ചു നാം നമ്മുടെ തലകളുടെ ഭാരങ്ങൾ താങ്ങുന്നു. ഞാൻ എൻ്റെ ശരികളിൽ ജീവിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെയും. നമ്മുടെ പൊതുവായ ശരികളില്ലാതായ നേരങ്ങൾ ഏതാണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെ മൗനങ്ങൾക്ക് പോലും ആകുന്നില്ല. പരസ്പരം കലഹിച്ചു കാന്തങ്ങൾ പോലെ നാം ഒരു കിടക്കയിൽ വികർഷിച്ചു പുളയുന്നു. കഥ എപ്പോൾ എങ്ങോട്ട് തിരിയുമെന്ന് ഒരു ഊഹവും പറ്റുന്നില്ല. എന്താണ് കുട്ടി ഇങ്ങനെ എന്ന് ചോദിക്കുവാൻ തോന്നിയിരുന്നു. അങ്ങനെയൊന്നും ചോദിക്കേണ്ടതില്ല, അങ്ങനെയൊന്നും തോന്നേണ്ടതുമില്ല. എഴുത്ത് മാത്രമാണ്. അങ്ങനെ കണ്ടാൽ മതി. അതിനെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള കുഴലായും ജീവിതത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകാനുള്ള കുറുക്കുവഴിയായും കാണേണ്ടതില്ല എന്ന ബോധ്യം സ്വയം മനസ്സിലുണ്ടെങ്കിലും മനസ്സ് അറിയാതെ ചോദിക്കുന്നു, ഇത് അവളുടെ അനുഭവമാണോ അതോ വെറും കഥ തന്നെയോ? അവളോട് ഇനിയൊന്നും മിണ്ടണമെങ്കിൽ ഔപചാരികമായ ഒരു പ്രവേശനം ആവശ്യമായിരിക്കുന്നു. യാത്രയിൽ ഏതോ ഒരു സ്റ്റേഷനിൽ വെച്ച് കയറിയ അവൾ അപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞു. അവളും ഒരു എഴുത്തുകാരിയാണെന്ന് പറഞ്ഞപ്പോൾ അവളോട് തോന്നിയ വല്ലാത്തൊരടുപ്പം, ഒരിഷ്ടം, അതിപ്പോഴകലം പോലെ ഭാരം തീർക്കുന്നു. ഇവളുടെ കഥയുടെ വായനാനുഭവം എങ്ങനെ പറയും? അവളാണെങ്കിൽ തൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്ന് വായനയുടെ പ്രതിഫലനം മുഖത്തുനിന്ന് വായിച്ചെടുക്കുന്നത് പോലെ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. എഴുത്ത്, വായന, ആസ്വാദനം മൂന്നും ഒന്നു ചേരുന്ന നിമിഷങ്ങളുടെ പ്രതിസന്ധി ഒരു പ്രത്യേക അനുഭവമാണ്. എഴുതിയ ആളിൻ്റെ മുന്നിലിരുന്ന് വായിക്കുകയും അപ്പോൾ തന്നെ ആസ്വാദനം പറയുകയും ചെയ്യേണ്ടി വരിക ഒരു പ്രതിസന്ധി തന്നെയാണ്. അതുകൊണ്ട് ആദ്യം മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്കി. പിന്നെയാണ് അവളോട് പറഞ്ഞത്, കഥ വായിച്ചു കുഞ്ഞേ, പുതിയ തലങ്ങളിലൂടെ നീ എഴുതുന്നുണ്ട്. എഴുത്തിൽ നൂതനത്വം സൃഷ്ടിക്കുന്നുണ്ട്. സ്വാഭാവികമായ രചന നിർവഹിക്കുന്നുണ്ട്. കഥയാണെന്ന് തോന്നാത്ത അനുഭവം പോലെ ആഖ്യാനം ചെയ്യുന്നുണ്ട്. പക്ഷേ എവിടെയും പറയുവാൻ ഒപ്പിച്ചു വച്ചിരിക്കുന്ന ആ ക്ലീഷേ തന്നെ ഇവിടെയും പറഞ്ഞു. ആ പക്ഷേ ഒരിഞ്ച് നിർത്തി. ആ പക്ഷേ എന്താണെന്നും എങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്നും ഒട്ടും ആത്മവിശ്വാസം ഉണ്ടായില്ല. അതൊരു സന്ധിയാണ്, പ്രതിസന്ധി തീർക്കുന്ന കാണാമറവ് പോലെ. അവിടെ എന്തുണ്ടാവുമെന്ന് കാണാനാവുന്നില്ലല്ലോ. അവൾ ആകാംക്ഷയോടെ, അതിലേറെ ജാഗ്രതയോടെ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പക്ഷേ എന്ന ചോദ്യമായി ചോദിച്ചു. തനിക്ക് പറയാനുള്ള ഏതോ ഒന്നിൻ്റെ തുടക്കത്തിനായി ചേർത്ത വെറുമൊരു വാക്ക് അവൾ രാഗി മൂർച്ച കൂട്ടി തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. ഉത്തരം എന്താണെങ്കിലും അതിലൂടെ കടന്നു പോകുമ്പോൾ മുറിഞ്ഞു വീഴുമെന്ന ഭയം തന്നിൽ പിറക്കാൻ പോകുന്ന വാക്കുകളെ പൊരുത്തു പിടിച്ചു. അവൾ തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അവളുടെ പക്ഷേ പൂരിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം തൻ്റേതാണ്, തൻ്റേത് മാത്രം. പറയാൻ മനസ്സിൽ കരുതി വച്ചിരിക്കുന്നത് പറഞ്ഞാൽ അവൾ അതിനെ എങ്ങനെയായിരിക്കും കാണുക? അതൊരാശങ്കയായി നിൽക്കുന്നു. അവളുടെ ആകാംക്ഷ ആ കണ്ണുകളിൽ നിന്നും തൻ്റെ കണ്ണിൽ വന്ന് കുത്തുന്നുണ്ട്. അവൾ പിന്നെയും ചോദിച്ചു, പക്ഷേ ഇനി ഉത്തരം പറയാൻ വൈകിക്കൂടാ. നാവിൽ കൊരുത്ത വാക്കുകളെ പുറത്തു വിട്ടേ മതിയാവൂ. അത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ വാക്കുകളുടെ അർത്ഥങ്ങൾ ചിലപ്പോൾ അനർത്ഥങ്ങളാവും. എന്നാലും ഇങ്ങനെ പറഞ്ഞു, അത് ഇത്രത്തോളം വേണമോ കുട്ടി? നീ ഒരു പെൺകുട്ടിയല്ലേ? ഇത്ര പൊളിച്ചെഴുത്ത് ആളുകൾ എന്തു കരുതുമെന്ന്, അല്ലെങ്കിൽ എന്ത് കരുതിയിട്ടുണ്ടാവുമെന്ന്
എനിക്കൊരു സംശയം, അത്രയേ ഉള്ളൂ. അത്രയും പറഞ്ഞൊപ്പിച്ചിട്ട് ഉപചാരപൂർവം ഇങ്ങനെയും പറഞ്ഞു, കഥ നന്നായിരിക്കുന്നു, നല്ല ക്രാഫ്റ്റ്, നല്ല നറേഷൻ. തൻ്റെ വാക്കുകൾ അവളെ മുറിവേൽപ്പിക്കാതിരിക്കുവാൻ ആവത് ശ്രമിച്ചു. അവൾ ചെറുതായി ഒന്ന് ചിരിച്ചു. പിന്നെ ഗൗരവത്തോടെ പറഞ്ഞു, ഇത്തരം സംശയങ്ങൾ അങ്കിൾ നിങ്ങളെപ്പോലുള്ളവർ കാലങ്ങളായി വെച്ചു പുലർത്തുന്നതാണ്. അതൊന്ന് പൊളിച്ചെഴുതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ ചിരിച്ചു. തനിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല. കൃത്യമാണ് അവളുടെ ഉത്തരം. പിന്നെ അവൾ അകലേക്ക് നോക്കിയിരുന്നു. അവളുടെ കണ്ണുകൾക്ക് നേരെ വരാതിരിക്കുവാൻ മറ്റൊരു അകലത്തിലേക്ക് താനും നോക്കിയിരുന്നു. ഏറെ നേരം അങ്ങനെ പോയപ്പോൾ അവൾ കാണാതെ അവളുടെ കഥയിലൂടെ കണ്ണോടിച്ചു. പരസ്പരം വെറുത്തു നാം കാന്തങ്ങൾ പോലെ ഒരു കിടക്കയിൽ വികർഷിച്ചു പുളയുന്നു. സ്നേഹത്തിൻ്റെ വേരുകൾ വെറുപ്പിൻ്റെ ആഴങ്ങളിൽ നിന്ന് പ്രണയം പറ്റിയ വാക്കുകൾ വലിച്ചു കുടിക്കുമ്പോൾ എരിഞ്ഞു മുറിയുന്ന പല്ലിലും ചതഞ്ഞരയുന്ന വാക്കിലും ഘനീഭവിച്ചു വീണു മരിക്കാനാവുന്നില്ല എനിക്ക്. അന്നൊരിക്കൽ അങ്ങനെയൊരു കവിത എഴുതിയപ്പോൾ അത് തേവിടിശി കവിതയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ എൻ്റെ മുതുകിൽ ചവിട്ടുകയും കരണത്തടിക്കുകയും ചെയ്തു. ഒന്ന് കരഞ്ഞതേയുള്ളൂ. പിന്നെ ആ കടലാസ് അടുപ്പിലിട്ട് കരിച്ചു കളയുകയും ചെയ്തു. അന്നാണ് എൻ്റെ ഭൂമിയിൽ കരിയിലകളെല്ലാം ഒന്നിച്ചു ചേർന്ന് ആളിക്കത്തിയത്. അത് വായിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി. അവൾ അപ്പോഴും ആകാശം നക്ഷത്രങ്ങളെ പ്രസവിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ബാക്കി വായിക്കാൻ ആരംഭിച്ചു. നീ ഒരു പെണ്ണാണെന്ന് ഓർമ്മ വേണം കേട്ടോ എന്ന താക്കീത് കേട്ട് അടിമയായി കിടക്കുവാൻ സൗകര്യമില്ലെന്ന് മനസ്സിൽ കുറിച്ചു. അവനെന്ന സ്നേഹവിളിയിൽ നിന്ന് ഞാൻ അയാളെന്ന വിളിയുടെ അകലത്തിലേക്ക് ചാടി. എന്തിനും ഏതിനും പേടിയാണ് അയാൾക്ക്. കിടപ്പറയിൽ പുതിയൊരു ഐറ്റം വേണമെന്ന് പറഞ്ഞാൽ അയാൾ പേടിച്ചു വിറയ്ക്കും. ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്ന ആനയെ ഒന്ന് തൊടണമെന്ന് പറഞ്ഞാൽ അപ്പോഴും അയാൾ പേടിക്കും. ആനയും പാപ്പാനയും ചേർന്ന് നിന്ന് ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ വരും അയാളുടെ പല്ലുകൾക്കിടയിൽ എരിഞ്ഞൊരു ശബ്ദം, കാട്ടുപോത്ത് പൊയ്ക്കോണം. പിന്നെ ഒരു വിറയലും ചവിട്ടുനാടകം പോലെ ഒരു തുള്ളലുമാണ്. അത് കാണുമ്പോൾ ഉള്ളിലൊരു കലി വരുമെങ്കിലും പുറമേ ഒരു ചിരി വരുത്തും. എങ്കിൽ ആനയും പാപ്പാനയും ചേർന്നുള്ള സെൽഫി വേണ്ട, നമുക്ക് ഉത്സവം കാണാനൊന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിച്ചാൽ അപ്പോൾ പറയും, ചന്തി മുലയും കുലുക്കി ആൾക്കൂട്ടത്തിൽ വരവി നടക്കാനാണ് നപുംസകം, ഒരു പെണ്ണാണെന്ന് ഓർമ്മയില്ല. അതൊരു അട്ടഹാസമാണ്. അത് കേൾക്കുമ്പോൾ കുട്ടിക്കാലത്ത് കണ്ട ബാലെ ഓർമ്മ വരും. അപ്പോഴും മറുത്തൊന്നും പറയില്ല. അറിയാതെ ഉള്ളിലൊരു വെറുപ്പ് കയറുന്നു മാത്രം. എന്തൊരു എഴുത്താണിത്! അതിശയത്തോടെ അവളെ നോക്കിയപ്പോൾ അവൾ ആകാശത്ത് നക്ഷത്ര കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കുകയാണെന്ന് തോന്നി. അപ്പോൾ മാത്രമായിരിക്കും ഒരുവൾ ഇത്രത്തോളം ശാന്തമായിരിക്കുക. അത്രയ്ക്കും ശാന്തമാണ് അവളുടെ മുഖമിപ്പോൾ. ഓരോരോ ചിന്തകൾ കഴിയുമ്പോഴും കഥ പിന്നെയും പിന്നിൽ നിന്ന് വായിക്കേണ്ടി വരുന്നു. അത് വായനയുടെ ഏകാഗ്രതയില്ലായ്മയാണോ ആഖ്യാനത്തിൻ്റെ ഗഗനതയാണോ എന്ന് നിശ്ചയമില്ല. പിന്നിൽ നിന്നുള്ള ഓരോ വായനയും ഒരു കഥയിലെ പല പല വായനകളാണ്. ഇവളിത് എന്തുതരം വായനയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഒരു കൊച്ചു പെൺകുട്ടി അവൾ എഴുതിയ കഥ നീട്ടിയപ്പോൾ വായനയിൽ ഇങ്ങനെ വഴിത്താരകളും വഴിത്തിരവുകളും വെട്ടിയും താണ്ടിയും പോകേണ്ടി വരുമെന്ന് കരുതിയില്ല. എഴുത്തിൽ അവളോട് അസൂയയല്ല, ആദരവ് തോന്നി. വായനയുടെ ഭാരമല്ല, വായനയുടെ വേദന അവളുടെ മുഖത്തേക്ക് വലിഞ്ഞിറങ്ങുന്നതായി തോന്നിയപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാനായില്ല. അവിടെ നിറയെ തേനീച്ചകൾ കൂടുകൂട്ടിയിരിക്കുന്ന പോലെ തോന്നുന്നു. താനാകെ ഞെട്ടിവിറയ്ക്കുന്നുണ്ട്. ഇവൾ ആര്? അങ്ങനെ ചോദിക്കുവാനായുന്നുണ്ട് മനസ്സെങ്കിലും ആജ്ഞ നൽകുന്നില്ല. വാക്കുകൾ തൊണ്ടയിൽ നിന്ന് താഴോട്ടൊഴുകി. തൻ്റെ കണ്ണുകളിലെ ദൈന്യം അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും അവളിപ്പോൾ തൻ്റെ മുഖത്തു നിന്നും കണ്ണെടുത്ത് അകലേക്ക് നോക്കിയിരിക്കുന്നത്. ഇപ്പോൾ തൻ്റെ കണ്ണുകൾ അവളുടെ കഥയിൽ നിന്നിറങ്ങി അവളുടെ കണ്ണുകളിലൂടെ ഒഴുകി. ആ കണ്ണുകൾ ഒരുതരം നിസ്സംഗതയോടെ സ്വയം പറയുന്ന പോലെ കഥ തുടർന്നു. ഒത്തിരി പിടിവലികൾ, എത്രയെത്ര ബലപ്രയോഗങ്ങൾ! ഓ, അതൊക്കെ എന്തുമാത്രം വെറുപ്പാണ് ഉള്ളിൽ തീ പോലെ പൊള്ളിക്കുടർന്ന് നിൽക്കുന്നത്. അവളുടെ കണ്ണുകളിലൂടെ
ഒരു പുഴ കലങ്ങി ഒഴുകുന്നു. അങ്ങനെ കടിച്ചു പറിച്ച എത്രയെത്ര മുറിവുകളാണ് ഇപ്പോഴും മനസ്സിൽ പഴുത്തു വിങ്ങി നിൽക്കുന്നത്. അത് ഒരു സാമാന്യ സംക്ഷിപ്തമോ മുനകൂർത്ത ചോദ്യമോ എന്ന് മനസ്സിലാവുന്നില്ല. ആരെല്ലാം എത്രയെത്ര കഥകൾ വായിക്കാനായി നൽകിയിരിക്കുന്നു. അത്ര ഹ്രസ്വമല്ലാത്ത കുറിപ്പുകൾ അവർക്കെല്ലാം നൽകിയിട്ടുണ്ട്. ഈ കഥ അതിനൊക്കെ അപ്പുറം വായിച്ചു കഴിഞ്ഞിട്ടും പറയുവാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല. എപ്പോൾ വേണമെങ്കിലും വാക്കുകൾക്ക് ക്ഷാമമില്ലാത്തൊരാൾ എന്ന വിശേഷണനാമം അർത്ഥമില്ലാതായിരിക്കുന്നു. ഇവളോട് പറയുവാനുള്ള വാക്കുകൾ എങ്ങനെ കിട്ടും? ആ ചിന്ത ഒരു ജാള്യതയായി തൻ്റെ മുഖത്ത് കുത്തിവെച്ചിരിക്കുന്നത് അവൾ കാണുന്നുണ്ടാവുമോ? അങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുന്നതിനിടയിലാണ് അവളുടെ വാക്കുകൾ വന്ന് ഒരു കാറ്റുപോലെ മുഖത്ത് വീശിയത്. അങ്കിൾ, ജീവിതത്തിൻ്റെ എഴുത്തല്ല കഥയുടെ ആഖ്യാനം. കഥ വായിക്കുമ്പോൾ അതിൽ ജീവിതമുണ്ടോ എന്നല്ല തിരയേണ്ടത്, അതിൽ കഥയുണ്ടോ എന്ന് മാത്രമാണ്. പെട്ടെന്നാണ് അവൾ അത് പറഞ്ഞത്. അപ്രതീക്ഷിതമായ ആ ശബ്ദം തന്നിൽ ഒരു ഞെട്ടലായി പ്രവഹിച്ചു. സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരമെന്ന് തോന്നുന്ന വാക്കുകൾ കൊണ്ട് വാചകങ്ങൾ സൃഷ്ടിച്ച കഥയായിരുന്നു നിന്റേത് എന്ന് പറയാൻ തോന്നിയതാണ്. പക്ഷെ പറഞ്ഞില്ല. സാരമില്ല, നമുക്ക് വേറെ സംസാരിക്കാം. വേറെന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് കടക്കുവാനാണ് അങ്ങനെ പറഞ്ഞത്. വേണ്ടെങ്കിൽ ഇത് തന്നെ സംസാരിക്കൂ. എൻ്റെ കഥയെ പോസ്റ്റ്മോർട്ടം ചെയ്യൂ. എങ്ങനെയാണത് മരിക്കുന്നതെന്നറിയാമല്ലോ. അവൾ പിന്നെയും ചിരിച്ചു. അവളുടെ ഓരോ ചിരിയും തൻ്റെ ഉള്ളിലുള്ള താളിലെ അക്ഷരങ്ങൾ കവർന്നെടുക്കും പോലെ വാക്കുകൾ നഷ്ടപ്പെടുത്തി. ആ കഥയിലൂടെ ഒന്നുകൂടി കണ്ണോടിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. ഇപ്പോഴും അവിടെ തേനീച്ചകൾ പറക്കുന്നുണ്ട്. ഞാനാകെ ഞെട്ടിവിറയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവൾ ആരാണ്? എഴുത്തുകാരിയോ അതോ കഥാപാത്രം? മനസ്സങ്ങനെ ചോദിക്കുവാനായിരുന്നുണ്ടെങ്കിലും വാക്കുകൾ തൊണ്ടയിൽ നിന്ന് താഴോട്ട് തന്നെ ഒഴുകി. പിന്നെ പ്രാർത്ഥനാപൂർവം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ ചോദിച്ചു, നീയാണോ മോളെ ഈ കഥയിലെ ഉത്തര? ചോദ്യത്തിലെ നിഷ്കളങ്കത അവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. ചോദ്യത്തിനുള്ള ഉത്തരമല്ലാതെ അവൾ പറഞ്ഞു, പ്രണയത്തിൻ്റെ കടും വർണ്ണങ്ങളിൽ നിന്നും വെറുപ്പിൻ്റെ കൊടും കയത്തിലേക്ക് എടുത്തു ചാടിയ ഈ കഥയിലെ ഉത്തര എന്ന പെൺകുട്ടിയാണ് ഞാൻ. അത്രയും പറഞ്ഞിട്ട് അവൾ ഒന്നുകൂടി ആഞ്ഞു ശ്വാസം വിട്ടു. അതൊരു നെടുവീർപ്പായിരുന്നില്ല, ആശ്വാസത്തിൻ്റെ ഒരു നിശ്വാസമായിരിക്കും. ഓ, എന്താ ഇത്? അത്ര തീവ്രമായ പ്രണയത്തിൻ്റെ നീലാകാശത്തു നിന്നും കറുത്ത മേഘങ്ങൾ ഇടിമിന്നലായി കത്തിത്തലയിൽ വീഴുന്നു. പ്രണയവർണ്ണങ്ങൾ പ്രകാശം പരത്തിയ കണ്ണുകൾ മഴയായി പെയ്തിറങ്ങുന്നു. ഞാൻ അവളുടെ കഥയുടെ ശീർഷകം ഒന്നുകൂടി വായിച്ചു. അനന്തമായ അറ്റത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര പോകുന്നു. കഥയുടെ അവസാനം അവൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവസാനം ഉത്തര അയാളുടെ പുലഭ്യങ്ങളുടെ നിലവറക്കൂട്ടിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ നീണ്ട ചൂളംവിളിയുള്ള തീവണ്ടിയിൽ കയറി അനന്തമായ അറ്റത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര പോയി. അതിൻ്റെ ജാലകത്തിലൂടെ അവൾ ലോകത്തിൻ്റെ ഉത്സവം കണ്ടു, കാട് കണ്ടു, ആറ് കണ്ടു, ആനയെ കണ്ടു. അങ്ങനെ എന്തെല്ലാം കണ്ടുകണ്ട് അവൾ. പിന്നെ ഒന്നും ചോദിക്കുവാനും പറയുവാനുമാകാതെ ട്രെയിൻ കടകട ശബ്ദം മുഴക്കി എനിക്കിറങ്ങാനുള്ള സ്റ്റേഷനിൽ നിന്നു. ഞാൻ ഇറങ്ങുകയാണ് മോളെ, നിനക്കിനിയും ഏറെ ദൂരം പോകാനുണ്ടല്ലോ. ഇനിയും എവിടെയെങ്കിലും വെച്ച് ഞാൻ വായിക്കും. നിന്റെ കഥ ഇനിയും ബാക്കിയാണല്ലോ. ഉത്തരം കിട്ടാനുള്ള ഒരു ചോദ്യമായി കാത്തു നിൽക്കാതെ ചോദ്യത്തിൽ തന്നെ അത് അവസാനിച്ചു. അവൾ ഇനിയും എത്രയെത്ര കഥകൾ എഴുതും, എത്രയെത്ര ആളുകൾ അതൊക്കെ വായിക്കും. വായനയെ വറചട്ടി പോലെ പൊള്ളിക്കുന്ന എത്രയെത്ര അനുഭവങ്ങളും അനുഭൂതികളും ട്രെയിനിൻ്റെ ചൂളംവിളി പോലെ അവളുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടാവും. ഞാൻ ഇറങ്ങിയപ്പോൾ മുന്നോട്ട് നീങ്ങിയ ട്രെയിനിൻ്റെ ജാലകം വഴി കുറച്ച് തേനീച്ചകൾ എൻ്റെ മൂക്കിനു നേരെ പറന്നു വരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺ ദ ഡോട്ട് മീഡിയ.